നമസ്കാരം. ഒരു ഹെൽത്തി സ്റ്റോക്കിനെ എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മളുടെ ഒരു പോർട്ട്ഫോളിയോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾക്കൊരു 10,000 രൂപയുടെ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ഈ പോർട്ട്ഫോളിയോ ഫുൾ എമൗണ്ട് നമ്മൾ ഒരു കമ്പനിയിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടറിലെ കമ്പനികളിലോട്ടോ പിന്നെ എന്താ പറയുക നീക്കി വയ്ക്കാതിരിക്കുക. അതായത് 10,000 രൂപയ്ക്ക് നമ്മൾ ഒരൊറ്റ കമ്പനിയുടെ സ്റ്റോക്ക് മേടിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സെക്ടറിൻ്റെ ഒന്നോ രണ്ടോ സ്റ്റോക്കിന് മേടിക്കാതിരിക്കുക. അത് കൃത്യമായിട്ട് തന്നെ 5% മുതൽ 20% വരെ ഒരു സെക്ടേഴ്സിനോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെയോ സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടതുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നുന്ന ഒരു കാര്യമായിരിക്കും ഈ സെക്ടേഴ്സ് നമുക്ക് എവിടെ നിന്ന് കാണാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ സെക്ടേഴ്സ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ക്രീനർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ വെബ്സൈറ്റിൽ screener.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോയി നോക്കുക. അപ്പോൾ ഇത് പോയി നോക്കുമ്പോൾ ഇവിടെ സ്ക്രീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ നോക്കുമ്പോൾ ബ്രൗസ് കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സെക്ടേഴ്സ് കാണാൻ പറ്റും. അതായത് എയറോസ്പേസ്, അഗ്രോ കെമിക്കൽ, ബാങ്ക്സ്, ക്രൂഡ് ഓയിൽ, പിന്നെ ഇലക്ട്രോണിക്സ്, ഇൻഷുറൻസ്, ഇങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു സെക്ടറിൽ പോയി IT സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സെക്ടറിൽ പോയാൽ ആ സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കമ്പനികളും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഒരു ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതലുള്ളതിനും താഴോട്ട് അത് കുറവ് വരുന്നതിനനുസരിച്ചിട്ട് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഈ സെക്ടർ സെലക്ട് ചെയ്യുക, ആ സെക്ടറിലെ കമ്പനികൾ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ഇനി അടുത്തത് നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഉള്ള സെക്ടേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് നോക്കുന്നത്. അപ്പോൾ ഹൈ പൊട്ടൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോയിങ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഗ്രോയിങ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ളത് ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരുപാട് ബ്രോക്കറേജസ് കമ്പനീസ് ഒരുപാട് സജഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ സജഷൻസും നമ്മൾ അഗ്രി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പല വെബ്സൈറ്റിലെയും കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പല ബ്രോക്കറേജ് കമ്പനി സെലക്ട് കൊടുത്തിരിക്കുന്ന ഒരു ആവറേജ് എടുത്ത് നോക്കിയിട്ട് ആ ആവറേജിൽ ഏതൊക്കെ സെക്ടേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ നോക്കാം. ഒരു എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ ഈ ഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് നോക്കുമ്പോൾ അവരൊരു 6 സെക്ടേഴ്സാണ് അടുത്തൊരു ഫ്യൂച്ചറിലോട്ട് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ഈ 6 എന്ന് പറയുന്നത് 1 ഹെൽത്ത് കെയർ ആൻഡ് ഇൻഷുറൻസ്, 2 റിന്യൂവബിൾ എനർജി, 3 IT സെക്ടർ, പിന്നെ റിയൽ എസ്റ്റേറ്റ് സെക്ടർ, ഫാസ്റ്റ് FMCG, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടർ. അപ്പോൾ ഈ ഒരു സെക്ടേഴ്സിൽ ഇപ്പോൾ നമുക്ക് ബാക്കി എല്ലാ വെബ്സൈറ്റും നോക്കുമ്പോഴും നോർമലി നമ്മൾ ഈ റിന്യൂവബിൾ എനർജി സെക്ടർ പോലത്തെ കമ്പനികൾ ഇതിൽ ഇൻക്ലൂഡ് ആവും. അപ്പോൾ റിന്യൂവബിൾ എനർജി അതുപോലെ തന്നെ ഹെൽത്ത് കെയർ എല്ലാം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റൈസ് ചെയ്തിരിക്കുന്ന ഒരു സെക്ടറാണ്. അപ്പോൾ റിന്യൂവബിൾ എനർജി എന്തുകൊണ്ടാണെന്നുള്ളത് ഇൻ ഫ്യൂച്ചറിലോട്ട് നമ്മളെ ഗവൺമെൻറ് ഫോസിൽ എനർജിയുടെ ഉപയോഗം കുറയ്ക്കാനും അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് എനർജി ഫീൽഡിൽ ഒരു സ്വയം പര്യാപ്തതയ്ക്കും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം കമ്പനികൾക്ക് ഒരുപാട് സ്കീമും അലവൻസും മറ്റു കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനികളുടെ ഗ്രോത്ത് വളരെയധികം സ്പീഡിലാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മളുടെ പോർട്ട്ഫോളിയോയിലും വരും എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം സെക്ടേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ ഏത് കമ്പനി നമ്മളൊരു സെക്ടർ സെലക്ട് ചെയ്തു, ആ സെക്ടറിലെ ഏത് കമ്പനിയിലേക്കാണ് നമ്മൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് എപ്പോഴും ഒരു അപ്പും അതുപോലെ തന്നെ ഒരു ഡിപ്പും വരും. അപ്പോൾ നമ്മളെപ്പോഴും ഇത് താഴെ ഇതിലോട്ട് വരുമ്പോൾ മാത്രം പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ HDFC സ്റ്റോക്കിൻ്റെ ഒരു എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. HDFCൻ്റെ ഷെയർ പ്രൈസസ് ഇപ്പോൾ നമുക്ക് സ്ക്രീനർ തന്നെ ഓപ്പൺ ചെയ്യാം. ഈ HDFCയുടെ സ്ക്രീനറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് അവർ ഒരു മാസത്തെ 6 മന്ത്, 1 ഇയർ, 3 ഇയർ, 5 ഇയർ, 10 ഇയർ മാക്സിമം ഇതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു മാക്സിമം നോക്കുമ്പോൾ ഇവരുടെ ഒരു സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും മാക്സിമത്തിലാണെന്ന് കാണാൻ പറ്റും. 1856 രൂപയാണ് ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ്. ദിസ് ഈസ് ദ ഹയസ്റ്റ് എവർ മെയ്ഡ് സ്റ്റോക്ക് പ്രൈസസ് ഫോർ HDFC എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ലാസ്റ്റ് 1 മന്ത് നോക്കുമ്പോഴും ഈ ഒരു പ്രൈസാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഒരു 1 ഇയർ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന് ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കുന്ന ഒരു പോർഷനിൽ വെച്ചിട്ട് നമ്മൾ പരമാവധി ഇത് വാങ്ങാതിരിക്കുക. ബിക്കോസ് എപ്പോഴൊക്കെ ഇത് ഹയസ്റ്റിലോട്ട് പോയിട്ടുണ്ടോ അത് കുറച്ച് കഴിഞ്ഞിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ എപ്പോഴും മുൻകൂട്ടി കാണണം. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇവിടെ ഒരു 200 DMA അല്ലെങ്കിൽ 50 DMA എന്നൊക്കെ പറയുന്നത്. 50 DMA എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവിങ് ആവറേജ് അല്ലെങ്കിൽ ഡെയിലി മൂവിങ് ആവറേജ് എന്നൊക്കെ പറയും. അപ്പോൾ 200 DMA മീൻസ് 200 ഡേയ്സിൽ അവരുടെ മൂവിങ് ആവറേജ് ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലാക്ക് ലൈൻസ് എപ്പോഴും സ്റ്റോക്ക് പ്രൈസസ് ഈ ബ്ലാക്ക് ലൈൻസിൻ്റെ താഴെ വരുമ്പോൾ നമ്മൾ പരമാവധി പർച്ചേസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾസ് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു സ്റ്റോക്ക് പ്രൈസസിൻ്റെ താഴെ വന്നിരുന്നു 12 ഫെബ്രുവരി 2024 1390 രൂപയിലോട്ട് ഇത് കൂപ്പുകുത്തിയിരുന്നു, താഴോട്ട് വന്നിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു ഹൈ വന്നു ഏകദേശം 3 ജൂലൈ 2024 1768 രൂപയാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇവിടുന്ന് 1390 ഇങ്ങോട്ട് വരുമ്പോൾ അറൗണ്ട് മോർ ദാൻ 20% ഒരു പ്രോഫിറ്റിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് പ്രൈസസ് എപ്പോഴും താഴോട്ട് വരുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയും മുകളിലോട്ട് വരുമ്പോൾ പറ്റുവാണെങ്കിൽ സെയിൽ ചെയ്യുക അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക എന്നൊരു ഘട്ടത്തിലോട്ട് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാറ്റഗറിയിൽ ഈ ഒരു സ്റ്റോക്ക് പ്രൈസസ് നമ്മൾ വാങ്ങുമ്പോൾ അത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ സ്വല്പം നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും 200 DMA എന്നുള്ളൊരു ക്ലെയിം നമ്മൾ യൂസ് ചെയ്യുക. ഇതിന് താഴത്തെ സ്റ്റോക്ക് പ്രൈസസ് വരുമ്പോൾ മാത്രം നമ്മൾ കുറയ്ക്കുക. അപ്പോൾ ഈ 200 DMAയിൽ എത്ര സ്റ്റോക്കുകൾ ഇപ്പോൾ അവൈലബിൾ ഉണ്ടോ എന്നുള്ളതിന് നമുക്ക് സ്ക്രീനറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് സിമ്പിളായിട്ട് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് 20% ലെസ് സ്റ്റോക്സ് ഇൻ 200 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ തന്നെ സ്ക്രീനറിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് വരും. ഇത് കണ്ടില്ലേ, സ്റ്റോക്സ് ബിലോ 200 DMA ആൻഡ് ROCE റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 20% ആൻഡ് MC മാർക്കറ്റ് ക്യാപ്പ് മോർ ദാൻ 500. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു ലിങ്ക് വരും. അപ്പോൾ ഈ ഒരു ലിങ്ക് ഒരുപാട് പേര് ഇതിനകത്ത് ഓൾറെഡി ഇത് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ലിങ്കാണ്. അപ്പോൾ ഇതിന് പറയുന്നത് 200 DMAയുടെ താഴത്തുമാണ്. പിന്നെ അത് ROCE 20യുടെ എബോവ് ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് 500 കുറഞ്ഞ എബോവ്, അതായത് 500 കോടി രൂപയുടെ അല്ലെങ്കിൽ 1000 കോടി രൂപയുടെ മുകളിലുള്ള കമ്പനികൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇത്തരം കമ്പനികൾ പരാജയപ്പെടാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാകും എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കണേ. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് ഒരുപാട് കമ്പനികൾ വന്നു. ഒന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്, മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, കോൾ ഇന്ത്യ, ബജാജ് ഓട്ടോ, ഏഷ്യൻ പെയിൻറ്റ്സ്, നെസ്ലെ, അദാനി പവർ. ഇത്തരം കമ്പനികളെ അവരുടെ മാർക്കറ്റ് ക്യാപ്പ് കമ്പനിയുടെ എത്രത്തോളം വലുതാണ് എന്നുള്ളതിനനുസരിച്ച് അത് ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനുമായി നമ്മൾ ആദ്യം ബന്ധപ്പെട്ടമായി ഒന്ന് നോക്കേണ്ടത് ഹിന്ദുസ്ഥാൻ യൂണിലിവറും അതുപോലെ തന്നെ നെസ്ലെയും ഈ കമ്പനികൾ, അതുപോലെ തന്നെ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറയുന്നത് ഒറ്റ സെക്ടറിൽ വന്നിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. ഈ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ ഇതിൻ്റെ സെക്ടേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സെക്ടർ FMCG, പേഴ്സണൽ കെയറിൽ ഡിഫറെൻറ്റ്, ബട്ട് ഇറ്റ്സ് FMCG എന്നാണ് ഇത് ഫസ്റ്റ് വരുന്നത്. ഇനി നെസ്ലെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴും നെസ്ലെയിലും ഇത് വരുന്നത് സെക്ടർ വരുന്നത് FMCG എന്നാണ്. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് വരുമ്പോൾ അതിലും FMCG സെക്ടറാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് ഒറ്റ സെക്ടറിലെ 3 കമ്പനികൾക്ക് നമ്മൾ ഫുൾ പോർട്ട്ഫോളിയോ കൊടുക്കാതിരിക്കുക. അതിന് ബദലായിട്ട് ഒരു ഹിന്ദുസ്ഥാൻ യൂണിലിവർ മേടിക്കുകയാണെങ്കിൽ മാരുതി സുസുക്കിയോ മറ്റോ ടാറ്റ മോട്ടോഴ്സ് ഇതുപോലെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഞാനൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അതിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബജാജ് ഓട്ടോ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയെ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ബജാജ് ഓട്ടോ എന്ന് പറയുന്നത് എപ്പോഴും ഓട്ടോമൊബൈൽ സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ആദ്യം നമ്മൾ ഇതിൻ്റെ ടോട്ടൽ ഡീറ്റെയിൽസ് നോക്കുക. അപ്പോൾ ഈ സ്ക്രീനർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബജാജ് ഓട്ടോ .com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണും. ഈ ലിങ്കിലൂടെ പോകുമ്പോൾ ഈ കമ്പനിയുടെ വെബ്സൈറ്റിലോട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇത് ലോഡ് ചെയ്യുന്നുണ്ട്, സ്വല്പം സ്ലോ ആണ്, ബട്ട് ഈവൻ ദോ ഇത് ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ കാണാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ നോക്കേണ്ട മാർക്കറ്റ് ക്യാപ്പാണ്. എത്ര മാർക്കറ്റ് ക്യാപ്പാണ് കമ്പനിയുടെ എന്നുള്ളത്, എത്രത്തോളം വലുതാണ്. 2,54,122 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പിലാണ്. വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കമ്പനിയാണെന്ന് അറിയാം. കറൻറ്റ് പ്രൈസ്, ഇപ്പോഴത്തെ പ്രൈസ് 9,100 രൂപയാണ്. ഹൈ ആൻഡ് ലോ, ഹൈ 12,774 വന്നിരുന്നു. അതായത് ഇവിടെ നോക്കൂ നിങ്ങൾ, ഏകദേശം 12,774 വന്നതിന് ശേഷം ഇപ്പോൾ ഇത് താഴോട്ട് വന്ന് നമ്മളുടെ സ്റ്റോക്ക് പ്രൈസ് ആയ കറണ്ട് പ്രൈസ് ആയ 9,100 വന്നിരിക്കുകയാണ്. ബിക്കോസ് ഇപ്പോൾ നമുക്കിതൊരു സാധ്യതയുണ്ട്. ബാക്കി ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഇഫ് ഇറ്റ്സ് ഓക്കെ നമുക്ക് ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ കമ്പനിയെ പർച്ചേസ് ചെയ്യാവുന്നുള്ളൂ എന്നുള്ളത്. ബട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ 34.5 അത് ബെറ്ററാണ്. ബിക്കോസ് ഇൻഡസ്ട്രി പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോയുടെ താഴെ ആയിരിക്കണം സ്റ്റോക്ക് PE എന്ന് പറയുക. അത്തരം കമ്പനികൾ ബെറ്ററാണ്, അല്ലാത്ത കമ്പനികൾ മോശമാണെന്നല്ല. ബട്ട് അത്തരം
കമ്പനികൾ ബെറ്റർ ആണെന്ന് കാണാൻ പറ്റും. ROCയും ROE നോർമലി 20 എബോ സെലക്ട് ചെയ്യുക. 15 എബോ അല്ലെങ്കിൽ 10 എബോ ഈസ് ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ പല പെന്നി സ്റ്റോക്സ് എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതൊരു പോസിറ്റീവ് വന്നാൽ മതി എന്നുള്ളതോടെ നമ്മൾ നോക്കുക. അപ്പോൾ ചില കാര്യങ്ങളുടെ ഇത് നെഗറ്റീവ് ആയിരിക്കും. ROC ROE എല്ലാം അത്തരം കമ്പനികൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ മറ്റ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ EPS ഏർണിംഗ് പെർ ഷെയർ 263 ആണ്, ഹൈ ആണ്, ഗുഡ് ആണെന്ന് പറയാം. കറണ്ട് ലയബിലിറ്റി 10,000. ഇതൊന്നും എപ്പോഴും നോക്കുക ലയബിലിറ്റി എത്ര ഉണ്ട് കമ്പനിക്ക് എന്നുള്ളത്. അതായത് ബാധ്യതകൾ 10,554 കോടി രൂപയാണ്. കണ്ടിൻജന്റ് ലയബിലിറ്റി 1,623 കോടി രൂപയാണ്. അതായത് ഫ്യൂച്ചറിലോട്ട് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ലയബിലിറ്റീസ് ആണ് 1,623 എന്ന് കാണാൻ പറ്റും. ഇനി ലീസ് ലയബിലിറ്റി 0 ആണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ്, അതായത് ഈ കമ്പനിയുടെ ഓണേഴ്സിൻ്റെ അടുത്ത് എത്ര പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഉണ്ടെന്നുള്ളതാണ്. 55 ഷെയർ ഉണ്ട്. അപ്പോൾ 55% ഓഫ് ഷെയർ പ്രൊമോട്ടറിൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ കമ്പനി സ്ട്രോങ് ആണ്. ബിക്കോസ് കമ്പനിയുടെ ഓരോ ഡിസിഷൻസും പ്രൊമോട്ടേഴ്സിന് സിമ്പിളായിട്ട് എടുക്കാവുന്നതും അതുപോലെ തന്നെ അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് ജനറലി പ്രൊമോട്ടർ ഹോൾഡിംഗ് കൂടുമ്പോൾ നമ്മൾ പറയുന്നത്. ഇനി നമ്മളെ പ്ലെഡ്ജ്ഡ് പെർസെൻറ്റേജ്, അതായത് സ്റ്റോക്ക് മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് ലോൺ എടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ളതാണ് പ്ലെഡ്ജ്ഡ് പെർസെൻറ്റേജ്. എപ്പോഴും പ്ലെഡ്ജ്ഡ് പെർസെൻറ്റേജ് 5 ബിലോ പെർസെൻറ്റേജ് ഉള്ളതിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 0.01 ഉള്ളൂ. 5 എബോ ഉണ്ടെങ്കിലും പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ കമ്പനിയുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വരും. ഇവരുടെ ഇൻകം എവിടെ നിന്നാണ് വരുന്നത്, മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തതായിട്ട് അടുത്ത കോളത്തിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തിങ്സ് ഇവർ എഴുതിയിട്ടുണ്ടാവും. ഇനി പിയർ കമ്പാരിസൺ ആണ് ഈ കമ്പനി ഈ ഒരു സെക്ടറിൽ എത്രത്തോളം വലുതാണെന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോമൊബൈൽ, ഇതിൻ്റെ സബ്സെക്ടറായ ഓട്ടോമൊബൈൽ, സ്കൂട്ടേഴ്സ് ആൻഡ് 3 വീലേഴ്സ്, ഈ ഒരു സെക്ടറിലെ സബ്സെക്ടറിലെ ഏറ്റവും വലിയ കമ്പനിയാണെന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ നോക്കുന്ന ഒരു ടൈമിൽ മറ്റൊരു കാര്യം കൂടെ നോക്കുക. ഈ കമ്പനികളെ ആ സെക്ടേഴ്സിൻ്റെ 1ാം സ്ഥാനമോ 2ാം സ്ഥാനമൊക്കെ ഉള്ള കമ്പനികൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം അവർ ഓൾറെഡി മാർക്കറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആണെന്ന് നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഇവർ എപ്പോഴാണ് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ 2008 മുതൽ ഇവർ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. ഇനി അല്ലെങ്കിൽ നമുക്കിവിടെ ഗൂഗിളിൽ ബജാജ് ഓട്ടോ ഇൻകോർപ്പറേറ്റ് ഡേറ്റ് എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി എന്ന് മുതൽ വന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. 2007 ഓൺവേഡ്സ് ഉള്ള ഒരു ഇതാണെന്ന് കാണാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രൈസ് നമ്മളൊക്കെ ഗ്രാഫ് നോക്കുമ്പോൾ ബെറ്ററാണ്. ഏറ്റവും ഹൈയിൽ നിന്നും 200 DMAയുടെ താഴോട്ട് പോയിട്ടുണ്ട്. നമുക്ക് സ്റ്റോക്ക് പ്രൈസ് വാങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണെന്ന് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട്സ് ആണ്. അതായത് ഒരു വർഷം 4 ക്വാർട്ടറായിട്ട് തിരഞ്ഞെടുത്ത് ഓരോ ക്വാർട്ടറിലും ഇവരുടെ സെയിലും റിസൾട്ട്സും മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം നോക്കും. ഒന്ന് സെയിൽ, 2024 സെപ്റ്റംബറിൽ ഇതിൻ്റെ സെയിൽ 13,247 കോടി രൂപയാണ്. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എപ്പോഴും ഇതിന് മുന്നത്തെ ക്വാർട്ടറായിട്ടല്ല, കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ, അതായത് സെപ്റ്റംബർ 2023 10,838. അപ്പോൾ സെയിൽസ് നമുക്ക് കൂടിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. 3,000 കോടിയോളം രൂപയുടെ കൂടിയിട്ടുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, അതായത് 100 രൂപ ചിലവാക്കുമ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ സ്വല്പം കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കളും മറ്റും വില കൂടുതലും മറ്റും ഉണ്ടാകുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നമുക്ക് കൂട്ടാനിരിക്കാനും പറ്റാതിരിക്കുമ്പോഴാണ് നോർമലി നമ്മളുടെ സിമ്പിൾ എക്കണോമിക്സ് നമ്മളുടെ പ്രോഫിറ്റ് മാർജിൻ കുറയുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 16% ആണ്. കഴിഞ്ഞ 23 സെപ്റ്റംബറിൽ അത് 20% ആയിരുന്നു എന്ന് കാണാൻ പറ്റും. ഇനി പ്രോഫിറ്റിൻ്റെ ടാക്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. ടാക്സ് അവർ കറക്റ്റ് അടയ്ക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ അവർ 22% അടച്ചിരുന്നത്, ഈ വർഷം അവർ 40% അടച്ചിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പോൾ സെപ്റ്റംബറിലും ഈ ഒരു ഇതിൽ 40% അടച്ചു എന്ന് കാണാൻ പറ്റും. ഇനി നെറ്റ് പ്രോഫിറ്റ്, ടോട്ടൽ ഇൻകം ആണ് ഇവരുടെ നോക്കേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് എത്രയുണ്ട്? 1,385 കോടി രൂപയാണ്. ബട്ട് സെപ്റ്റംബറിൽ ഇത് 2,000 കോടി രൂപയുണ്ടെന്നുള്ളത് ഇത് നെഗറ്റീവായിട്ട് വരുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു എന്നുള്ള കാര്യം. ബട്ട് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു എന്നുള്ളതിൻ്റെ റീസൺസും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അന്ന് 22% ടാക്സ് അടച്ചിരുന്നത്, ഇപ്പോൾ നമ്മൾ 40% ടാക്സ് അടച്ചു എന്നുള്ളത്. അന്ന് നമുക്ക് 100 രൂപയിൽ 20 രൂപ നമ്മളുടെ പ്രോഫിറ്റ് ആയിരുന്നു. ഇന്ന് 100 രൂപയിൽ 16 രൂപയെ പ്രോഫിറ്റ് ഉള്ളൂ എന്നുള്ളതും ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ക്വാർട്ടർലി റിസൾട്ട്സിലെ നെറ്റ് പ്രോഫിറ്റിൽ നമുക്ക് കുറച്ച് കുറവ് വന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ ഒരു ഇയർലി ബേസിസ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന് മാർച്ച് 2024 അനൗൺസ് ചെയ്ത റിസൾട്ടും പിന്നെ
ട്രെയിലിംഗ് 12 മന്താണ് TTM എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ കഴിഞ്ഞ ഒരു 12 മാസത്തെ റിസൾട്ട്സ് ആണ് നോക്കുന്നത്. അപ്പോൾ സെയിൽസ് നമ്മൾ ലാസ്റ്റ് TTM നോക്കുകയാണെങ്കിൽ തന്നെ 48,900 കോടി രൂപയുടെ സെയിൽസാണ് നടന്നത്. അത് നോക്കുമ്പോൾ ഓൾ ടൈം ഹൈ ആണെന്ന് കാണാൻ പറ്റും. ഇതുവരെ അത്രയും ഒരു വലിയ സെയിൽസ് നടന്നിട്ടില്ല. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 19% ആണ് ഇപ്പോൾ 12 മാസം എടുക്കുമ്പോൾ. കഴിഞ്ഞ് അതിലെല്ലാം അത് 20 എന്ന് കാണാൻ പറ്റും. ഇനി ടാക്സ് പെർസെൻറ്റേജ് 23. ഇവിടെ ടാക്സ് പെർസെൻറ്റേജ് ട്രെയിലിംഗ് 12 മന്തിൻ്റെ ടാക്സ് പെർസെൻറ്റേജ് അവർ ഇതാക്കിയില്ല. ബട്ട് ഇത് നാച്ചുറലി ഇവിടെ ഇവർ 40 യൂസ് ചെയ്തുകൊണ്ട് ഇത് മോർ പെർസെൻറ്റേജ് ഉണ്ടാവാനാണ് സാധ്യത. ഇനി നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ മാർച്ചിലായിരുന്നു അവർ ഹയസ്റ്റ് റെക്കോർഡ്, അത് 7,708 കോടി രൂപ. ഇപ്പോൾ ഒരു ട്രയലിംഗ് 12 മന്തിൽ ഇവർ 7,371 കോടി രൂപയുടെ സെയിൽസ് നടന്നിട്ടുണ്ട്. എന്നാൽ സെയിൽസിൽ സ്വല്പം ഡൗൺ ആയി എന്നുള്ള കാര്യം നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് ഓരോ വർഷങ്ങളിലുള്ളത്, അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത്, CAGR എല്ലാം നോക്കുക. അപ്പോൾ CAGR എല്ലാം 1 ഇയറിൽ ഒരു നല്ല പ്രോഗ്രസ് കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. പലപ്പോഴും ഇവിടെല്ലാം നെഗറ്റീവ് വാല്യൂസ് എല്ലാം വരും. അത്തരം കമ്പനികളെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി ഇതിൽ മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഹെൽത്തി സ്റ്റോക്കാണോ ഇല്ലേ എന്ന് കാണാൻ പറ്റും. ഇനി അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് കാണാൻ പറ്റും. പ്രൊമോട്ടേഴ്സ് ഏതൊക്കെ ആൾക്കാർക്ക് എത്രത്തോളം പെർസെൻറ്റേജ് ഉണ്ടെന്നുള്ളത്, ഒരുപാട് അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അതും മറ്റു കാര്യങ്ങളും കാണാൻ പറ്റും. ഇനി ഇവിടെ അടുത്തത് FIA, അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണ്, സിംഗപ്പൂർ, പെൻഷൻ ഫണ്ട് ഗ്ലോബൽ, അതുപോലെ DIA നമ്മൾ നോർമലി മ്യൂച്വൽ ഫണ്ട് ഗ്രൂപ്പുകൾ എത്ര ഇട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ പബ്ലിക് ഗവൺമെൻറ്, അതുപോലെ തന്നെ പബ്ലിക്കിൽ ഏതൊക്കെ ആൾക്കാരാണ് കൂടുതൽ ഷെയർ വാങ്ങിയിരിക്കുന്നത് എന്ന കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ സെലക്ട് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഓൾമോസ്റ്റ് ഈ കമ്പനി ഹെൽത്തി ആണോ ഇല്ലേ എന്നുള്ള ഒരു ജസ്റ്റ് ഒരു നോളജ് കിട്ടും. ഇനി നമുക്ക് 2-3 കാര്യങ്ങളോടെ നോക്കാനുണ്ട്. ഒന്ന് ആനുവൽ റിപ്പോർട്ട്സ്, ഫിനാൻഷ്യൽ റിയലിൻ്റെ ആനുവൽ റിപ്പോർട്ട്സ് എന്നുണ്ട്. അത് ഒരു 400 പേജോളം വരുന്നൊരു PDF ആണ്. അത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഷെയർ പ്രൈസസ് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക, വൈ ബജാജ് ഓട്ടോ ഷെയർ ഈസ് ഫാളിങ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഗിളിൽ അടിക്കുമ്പോൾ ഒരുപാട് വെബ്സൈറ്റിൽ ഇതിൻ്റെ റീസൺസ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ബജാജ് ഓട്ടോ ഷെയർ ഈസ് ഫാളിങ്. അപ്പോൾ ഇത് ഫോർ ക്വാർട്ടർ എൻഡഡ് September 30, 2024. ബജാജ് ഓട്ടോ റിപ്പോർട്ടഡ് 31% year-on-year decline on its consolidated profit after tax, which fell into 1,385 crore. This mainly due to high expense and a one-time hit from increased provisions or deferred tax. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടൊക്കെയാണ് ഇവരുടെ ഇൻകം കുറഞ്ഞത്, മറ്റു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ഓരോ വെബ്സൈറ്റിലും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ആ റീസൺസ് ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളോടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഇതോടൊപ്പം തന്നെ യൂട്യൂബിൽ നമ്മളുടെ ഇവരുടെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ബജാജ് ഓട്ടോസിൻ്റെ AGM മീറ്റിങ്ങിൻ്റെ എല്ലാം ഓഡിയോ ചിലപ്പോൾ കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ബജാജ് ഓട്ടോ അല്ലെങ്കിൽ CEO ലാസ്റ്റ് ഇൻ്റർവ്യൂ എന്നെല്ലാം കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇവരുടെ CEO ഇൻഡേഴ്സിൻ്റെ അവരെന്തൊക്കെയാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളെല്ലാം കിട്ടും. ഇല്ലെങ്കിൽ ഇവരുടെ AGM വോയിസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കിട്ടാറുണ്ട്. ഓട്ടോ AGM വോയിസ് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവരുടെ പല കാര്യങ്ങളും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നതോടുകൂടി കുറച്ചുകൂടെ നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോളജ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ളതൊക്കെ എല്ലാം പഴയ ഇൻ്റർവ്യൂസാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ ഇത്തരം കാര്യങ്ങളോടെ നോക്കുക. ഇൻ ഫ്യൂച്ചറിലെ എക്സ്പെക്റ്റേഷൻ ഏതാണെന്ന് നമുക്കറിയാം. ബജാജ് ഓട്ടോ ടാർഗറ്റ് പ്രൈസ് 2025. അപ്പോൾ ബ്രോക്കറേജ് പോലത്തെ പല ആൾക്കാരുടെയും ഇതിൽ ജസ്റ്റ് വ്യൂവേഴ്സ് കാണാൻ പറ്റും. വാട്ട് ഇസ് ദ ഷെയർ ടാർഗറ്റ് പ്രൈസ് 2025. ഇത് ഓരോരുത്തരും ഓരോ മ്യൂച്വൽ ഫണ്ടും മറ്റു കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ പ്രൈസസ് ആയിരിക്കും. നമ്മളത് ചെയ്യേണ്ട. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബജാജ് ഓട്ടോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ കമ്പനിക്ക് എത്രത്തോളം ഫ്യൂച്ചർ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ അനലൈസ് ചെയ്ത് മറ്റു കാര്യങ്ങൾ നോക്കിയിട്ട് അറിയാം. ബട്ട് ആസ് ഓഫ് നൗ നമുക്ക് ഇത്രത്തോളം ചെക്ക് ചെയ്തതോടുകൂടി കമ്പനി ഒരു ഹെൽത്തി ആയിട്ടുള്ള കമ്പനിയാണ്.